ഒരു ഒറ്റൊരു ആപ്ലിക്കേഷൻ അമേരിക്കൻ എക്കണോമിനെ എന്തിന് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ തന്നെ വിറപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒറ്റ ദിവസം കൊണ്ട് തന്നെ NVIDIA എന്ന് പറയുന്ന സ്റ്റോക്ക് ഏകദേശം $539 ബില്യൺ മാർക്കറ്റ് വാല്യൂ നഷ്ടപ്പെട്ടത്. അതായത് ഇന്ത്യൻ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കമ്പനി മാത്രം 41 ലക്ഷത്തിലും അധികം കോടി രൂപയാണ് ഒറ്റൊരു മാർക്കറ്റ് ഡേയിൽ നഷ്ടപ്പെട്ടത്. ഇത് അമേരിക്കൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡുമാണ്. അതെ, എന്താണ് ആപ്ലിക്കേഷൻ? ചൈനയും അമേരിക്കയും ഇപ്പോൾ എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഒരുമിച്ച് കോമ്പറ്റീറ്ററായി മാറിയത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ, അതായത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും, തിങ്കളാഴ്ച നല്ല ഹെവി മാർക്കറ്റ് ഫാൾ ആയിരുന്നു അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ മാർക്കറ്റിൽ കണ്ടിരുന്നത്. അതിലും പ്രത്യേകിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ NVIDIA എന്ന് പറയുന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ആ കമ്പനി തന്നെ 17% ഡൗണിലോട്ട് പോയത്. അതായത് $539 ബില്യൺ ഇന്ത്യൻ എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 44 ലക്ഷം കോടി രൂപ ഒറ്റ കമ്പനി നഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, മറ്റ് ഫേമസ് കമ്പനീസ് ആയ, അതായത് ഗൂഗിൾ ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ആപ്പിൾ, അങ്ങനെ എല്ലാ മൈക്രോസോഫ്റ്റ് തുടങ്ങിയ എല്ലാ കമ്പനികളും വലിയ രീതിയിലുള്ള ഡൗൺ തിങ്കളാഴ്ച മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ ചൊവ്വാഴ്ച എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ NVIDIA കുറെ റിക്കവറായി മേലെ വന്നിട്ടുമുണ്ട്. ഏകദേശം 200 ബില്യണോളം അവർ കൂടുതലും അധികം എമൗണ്ട് റിക്കവറായി വന്നിട്ടുമുണ്ട്. പക്ഷെ ഇതിനെല്ലാം തന്നെ പ്രധാന കാരണക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനക്കാർ തന്നെയാണ്. അത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചൈന ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ പ്രശ്നം പറ്റിയത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു, അതായത് അമേരിക്കൻ ടെക് കമ്പനീസ് എല്ലാം തന്നെ എത്രയും പെട്ടെന്ന് വേക്കപ്പ് ആയിരുന്നോ, അതായത് ഉണർന്നു നിന്നോ, ഇത് നമുക്കൊരു പാഠമാണ്, എത്രയും പെട്ടെന്ന് നമ്മളും ടെക്നോളജിയിൽ മുന്നേറണമെന്ന്. അപ്പോൾ ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അതായത് അമേരിക്കൻ കാലിഫോർണിയ എന്ന് മാത്രമാണ് ടെക് വളരുള്ളൂ എന്നുള്ളൊരു ചിന്താഗതികൾ ഈ വൈറ്റ് അമേരിക്കൻസിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. അത് അവർ പറയാൻ കുറെ കാരണങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന യൂട്യൂബ് തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും ഇത് സിലിക്കൺ വാലി, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാലിഫോർണിയയിൽ നിന്ന് തന്നെയാണ് വന്നത്. അപ്പോൾ ഇത്രയും കാലം അവർ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഞങ്ങളാണ് ടെക് കമ്പനീസ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു AI വാർ വരുന്നത്. AI വാർ വരുന്നത് ആദ്യം തന്നെ വന്നു 1960കളിൽ തന്നെ ഈ AI വാർ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഇങ്ങനെ വോയിസ് മോഡുലേഷൻ പോലെ, ChatGPT പോലെ ഒരു ലൈറ്റ് വെർഷൻസ് വന്നു. പിന്നെ 2011 ആയി കഴിഞ്ഞപ്പോൾ തന്നെ ആപ്പിൾ സിറി, സിറി എന്ന് പറയുന്ന അവരുടെ AI വന്നു. അതിനുശേഷം ഗൂഗിൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഗൂഗിളിന്റെ അതായത് പലതരത്തിലുള്ള അവരുടെ AI കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ AI വാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെല്ലാം തന്നെ ഒരു ബ്രേക്ക് ത്രൂ പോയിന്റ് എന്ന് പറയുന്നത് 2021 കൊണ്ടുവന്ന ChatGPT ആണ്. അതായത് ഒരു essay നമ്മൾ ഗൂഗിളിൽ തിരഞ്ഞെടുക്കാൻ 5 മിനിറ്റ് ആകുകയാണെങ്കിൽ ChatGPT ഉപയോഗിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന രീതിയിലോട്ട് നമുക്ക് ഫാസ്റ്റ് ട്രാക്കി. അപ്പോൾ ഇത് എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു ടെക് എവല്യൂഷനായി എല്ലാവരും മാറി. വെറും കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ 100 ബില്യൺ യൂസേഴ്സും ഈ ChatGPTയിലോട്ട് കടന്നു വന്നു. അപ്പോൾ ഇത് ആ സമയത്ത് വലിയ ചർച്ചാ വിഷയമായി മാറിയതാണ് 2021. അപ്പോൾ തന്നെ ഗൂഗിൾ തുടങ്ങിയ പല കമ്പനീസും ഇതിൽ നമ്മളും എങ്ങനെയും കൊണ്ടുവന്നേ മതിയാകുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഓപ്പൺ AIനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ അവരുടെ ജെമിനി ഇറക്കി. അതുപോലെ തന്നെ മെറ്റ AI വന്നു, സ്നാപ്ചാറ്റിന്റെ AI വന്നു. അങ്ങനെ പലതരത്തിലുള്ള AIs ഇങ്ങനെ ലോഞ്ച് ചെയ്തുകൊണ്ടേ ഇരുന്നു. പക്ഷെ എങ്ങനെയാണെങ്കിലും, അതായത് ഗൂഗിളിന്റെ AI വന്നെങ്കിലും അതുപോലെ തന്നെ മെറ്റ AI വന്നെങ്കിലും എല്ലാവരും കൂടുതലും അതായത് ChatGPTന്റെ അത്ര പുൾ ഓവർ ചെയ്യാൻ അവർക്കൊന്നും പറ്റിയില്ല. അപ്പോഴും ആ ഒരു റേസ് ChatGPT മുന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ ആ ഒരു രീതിയിൽ മുന്നേറുമ്പോഴും ഇപ്പോഴും അതായത് അമേരിക്കൻ മാർക്കറ്റിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. കാരണം അമേരിക്കൻ കമ്പനീസ് ആയിരുന്നു ഇതെല്ലാം തന്നെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ChatGPTക്ക് കൂടുതലായിട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫണ്ട് അവർക്ക് കുറവാണ് വരുന്നത്. അതായത് അവർക്ക് കിട്ടുന്ന ഫണ്ടുകൾ കൂടുതലായിട്ടും ഈ ചിപ്പും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അങ്ങനെ ഈ ഡാറ്റ സ്റ്റോറിങ്ങിന് വേണ്ടി തന്നെ ചെലവാക്കാണ്. കൂടുതലായിട്ടും പുതിയ റിസർച്ച് കാര്യങ്ങൾക്കൊന്നും തന്നെ അവർക്ക് ചെലവാക്കാൻ പറ്റുന്നില്ല. ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ തന്നെ അവർക്ക് കൂടുതൽ ഫണ്ട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റുകൾ അവർക്ക് വരുന്നുമില്ല. അപ്പോൾ ഇതിൽ അവരൊരു രീതിയിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ്, അതായത് AI എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ ഗൂഗിളൊക്കെ $500 ബില്യൺ ഒക്കെയാണ് ഓരോ കമ്പനികളും അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈവൻ അമേരിക്കൻ ഗവൺമെന്റ് തന്നെ കുറെ ഫണ്ടുകൾ ഈ കമ്പനിക്കെല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു AI നമ്മൾ ഫാസ്റ്റ് ആവണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ചൈനയുടെ ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വരുന്നത്.
അപ്പോൾ ഇത് ചൈന ഡെവലപ്പ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ചാറ്റ് ജിപിടിനെ വരെ ബീറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വന്നത്. അതായത് ചാറ്റ് ജിപിടി ചോദിച്ചിട്ട് കിട്ടാത്ത സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നു. ചാറ്റ് ജിപിടിനെക്കാട്ടിലും ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ വരുന്നു. അത് മാത്രമല്ല ഇതിന്റെ റിപ്ലൈ എന്ന് പറയുന്നത് ചാറ്റ് ജിപിടി പോലെ വെറുതെ ഒരു റിപ്ലൈ മാത്രമല്ല, അവര് കൃത്യമായ ഒരു ജസ്റ്റിഫിക്കേഷനും, അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റിപ്ലൈ തന്നെ എന്ന് പറയുന്നത് ഒരു ജസ്റ്റിഫിക്കേഷൻ അടക്കം കൊടുത്തിട്ടാണ് റിപ്ലൈ യൂസേഴ്സിന് കിട്ടുന്നത്. പെട്ടെന്ന് തന്നെ ഇതൊരു എവല്യൂഷനായി മാറുകയും പല ബെഞ്ച് മാർക്കിലും ചാറ്റ് ജിപിടിനെ ക്രോസ് ചെയ്യാനും പറ്റി. അങ്ങനെ ഈ ഒരു എവല്യൂഷനായി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വലിയൊരു സംഭവം വരുന്നതും അതുപോലെ തന്നെ ചാറ്റ് ജിപിടിനെ ബീറ്റ് ചെയ്യുന്നതും. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, അതായത് ഇങ്ങനൊരു എവല്യൂഷൻ വന്നതിൽ എൻവിഡിയ എന്ന് പറയുന്ന ഒരു ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിക്ക് എങ്ങനെയാണ് പ്രശ്നമെന്ന്. അത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AI വേൾഡ് എപ്പോഴും അമേരിക്ക ആയിരിക്കണം ലീഡ് ചെയ്യേണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ട് അമേരിക്ക ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ചൈനയ്ക്ക് ചിപ്സ് ഒന്നും തന്നെ ഇമ്പോർട്ട് ചെയ്യരുത്, അതായത് എക്സ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരു വിലക്കുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ എൻവിഡിയയുടെ എല്ലാം തന്നെ ഹൈ കോസ്റ്റ് ചിപ്പ് എല്ലാം തന്നെ ഒരിക്കലും ചൈനയ്ക്ക് കാണാൻ പോലും പറ്റില്ല. അതായത് ചൈനയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് വല്ല പരിശോധനകൾ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യാനോ ചൈനയ്ക്ക് അനുവാദമില്ല. കാരണം അമേരിക്കൻ ഗവൺമെന്റ് ഒഫീഷ്യലി ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡീപ് സീക്ക് വരുന്നത്. അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ചിപ്പിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഡീപ് സീക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചൈനയിലെ ഈ ഡെവലപ്പേഴ്സിന് ചെലവായത് വെറും 60 മില്യൺ. ഇവിടെ 500 ബില്യൺ എല്ലാം ചെലവാക്കുമ്പോൾ വെറും 60 മില്യൺ കൊണ്ട് മാത്രം അവർക്ക് ചാറ്റ് ജിപിടിനെ വരെ ബീറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ മെറ്റ അങ്ങനെയുള്ള പല AIനെയും ബീറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം ക്രേസ് ആണ്. ഇപ്പോൾ പലർക്കും മനസ്സിലായി, അതായത് അമേരിക്കന്റെ ഹൈ കോസ്റ്റ് ചിപ്പും ഈ എൻവിഡിയന്റെ ചിപ്പൊന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരു AI സിസ്റ്റം ഫംഗ്ഷൻ ആവാൻ. അതായത് ഒരു സാധാരണ ചിപ്പ് ഉണ്ടായിട്ടും അതുപോലെ തന്നെ ടെക്നോളജിയും ഉണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത്രയും നാളുകൾ ക്രിയേറ്റ് ചെയ്തൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അതായത് എൻവിഡിയന്റെ ചിപ്പ് ഉണ്ട്, ആ ചിപ്പ് വെച്ചിട്ടാണ് ഇനി ഫ്യൂച്ചറിൽ AI റൺ ചെയ്യുക എന്നുള്ളൊരു ഹൈപ്പ്, അത് കംപ്ലീറ്റ്ലി ഡൗൺ ആക്കിയിരിക്കുന്നു. അതായത് ചൈന എന്ന് പറയുന്നത്, അതായത് എൻവിഡിയന്റെ ചിപ്പ് തന്നെ വേണ്ട മറ്റ് ചിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടും അതിനെക്കാട്ടിലും ഫാസ്റ്ററായി പ്രോസസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെക്നോളജിയാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് എൻവിഡിയക്ക് ഇത്രയും വലിയൊരു ക്രാഷ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ആപ്പിലും കുറെ തരത്തിലുള്ള ഡ്രോബാക്സുകൾ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ചൈനീസ് പ്രസിഡന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ചൈനയിൽ നടന്ന വിപ്ലവ സംഭവങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ചൈനയിലെ പ്രശ്നങ്ങളെ കുറിച്ചോ ഒരിക്കലും ഈ AI റിപ്ലൈ തരില്ല. അതായത് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലെറ്റ്സ് ടോക്ക് സംതിങ് എൽസ് എന്ന് പറയുന്ന റിപ്ലൈ ആണ് കൂടുതൽ സമയം വരുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളെ കുറിച്ച് എന്ത് ചോദിച്ചാലും കൃത്യമായ മറുപടികൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്.